ഇതെൻ്റെ കടയിൽ നിന്ന് പോവാതിരിക്കുന്ന ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരു ഷർട്ടാണ്. കുറച്ച് ലെങ്ത് ഉണ്ട്, മുട്ടിൻ്റെ അവിടം വരെയുള്ള ലെങ്ത് ഉള്ള ഒരു ഷർട്ടാണ്. അപ്പം ഇങ്ങനത്തുള്ള ഐറ്റംസ് ഒന്നും എൻ്റെ കടയിൽ പോവാറില്ല. അപ്പം ഞാൻ ഈ പർച്ചേസിനൊക്കെ പോകുമ്പം ഇങ്ങനെയൊക്കെ ഉള്ളത് കാണുമ്പം എനിക്ക് ഭയങ്കര കൊതിയാണ്. നമ്മുടെ നാട്ടിലെ പിള്ളേരും ഇങ്ങനെയൊക്കെ ഇട്ട് കുറച്ച് മോഡേൺ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെയുള്ള മനസ്സിലാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ പിള്ളേർക്ക് അത്ര മോഡേണൊന്നും ആവേണ്ട, അവർക്ക് സാധാരണ കോമൺ ഡ്രസ്സുകൾ മതി എന്നുള്ള വിചാരത്തിലുള്ള പിള്ളേരാണ്. അത് കാരണം ഇങ്ങനത്തുള്ള ഡ്രസ്സുകളെല്ലാം അവിടെ ഇരുന്ന് പോകാറാണ് പതിവ്. എന്നാൽ പിന്നെ അങ്ങനെ അങ്ങ് ഇരുന്ന് പോകണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ തന്നെ ഒരു കാര്യം ചെയ്തു. അത്ര നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണതല്ല, ഇപ്പം പൈസ കൊടുത്ത് വാങ്ങിക്കുന്നവർക്കല്ലേ അതിൻ്റെ എണ്ണമുള്ളൂ. എങ്കിൽ പിന്നെ ഞാൻ തന്നെ അങ്ങ് ഇട്ടേക്കാന്ന് ഓർത്തിട്ട് ഞാൻ ഇതിൻ്റെ 2 ഞാൻ തന്നെയാണ് എടുത്തത് കേട്ടോ. ഇനി 2 ഒരെണ്ണമാണ് ഈ കാണുന്നത്. അപ്പം അതൊന്ന് ജസ്റ്റ് ഒരു റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ഒരു ഷർട്ടായി. അപ്പോൾ ആ കൈയിൻ്റെ ഭാഗത്ത് ഒരു വൃത്തിയുടെ മാത്രമേ ഉള്ളൂ, അതൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ സൂപ്പറാണ്. അപ്പം ഞാൻ ഈ 2 എടുത്തത് ഞാൻ എവിടെ പോയാലും അത് തന്നെ ഇടുന്നത്. എപ്പോഴും നമ്മൾ കോമൺ യൂസിന് ചൂടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് തോന്നാറില്ല കേട്ടോ. നല്ല ഫ്രീ ആയിട്ട് തോന്നും. ചില മെറ്റീരിയൽ നല്ല ചൂടാണല്ലോ, ഈ ഒരു മെറ്റീരിയൽ എനിക്ക് എത്ര ചൂടായിട്ട് ഫീൽ ആയിട്ടില്ല. നല്ല കോട്ടനാണ്. അപ്പോൾ ഞാനിതൊന്ന് റിപ്പയർ ചെയ്തു. പിന്നെ അതങ്ങ് സെറ്റാക്കാമെന്ന് ഓർത്തു. അപ്പം ഞാൻ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർ എല്ലാം പഠിച്ചിരിക്കണം. അതിനകത്ത് ഒന്നാമത്തെ കാര്യം ഈ സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അത്യാവശ്യം വേണ്ടുന്ന സ്റ്റിച്ചിങ് കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ പഠിച്ചിരിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരുന്നു ഈ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ. ഫാഷൻ ഡിസൈനിങ് കുറച്ച് നാൾ പോയപ്പോഴത്തേക്കും എന്താ പറയുക, ഒന്നും കംപ്ലീറ്റ് ഇല്ല. എല്ലാത്തിൻ്റെയും കുറച്ച് അതേ ഉള്ളൂ. ഒന്നും അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങോട്ട് പോകും, പിന്നെ എന്തെങ്കിലും ഇതാവും, പിന്നെ മടി പിടിക്കും, പോകത്തില്ല. അതൊക്കെ തന്നെ. അത് കാരണം എനിക്ക് പുറത്താർക്ക് ചെയ്ത് കൊടുക്കാനുള്ള കോൺഫിഡൻസും ഇല്ല. ഞാൻ സ്വന്തമായിട്ട് ചെയ്തിടും, അത്ര തന്നെ. ഇത് ഞാൻ ചെയ്തിടുമ്പോൾ എല്ലാവരും പറയും, ആ കൊള്ളാം, നല്ല രസമുണ്ട്, നന്നായിട്ടുണ്ടെന്ന്. അപ്പം